മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹാൽസി പ്രീമിയം പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്റ്റാൻഡേർഡ് ടൈം ഫോർ എ ജോബ് ഈസ് 10 hours. സ്റ്റാൻഡേർഡ് ടൈം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 10 മണിക്കൂറാണ് സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളത്. ആക്ച്വൽ അവേഴ്സ് ടേക്കൺ എന്നുള്ളത് 8 മണിക്കൂറാണ്. ആക്ച്വൽ അവേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ടൈം ടേക്കൺ എന്നുള്ളത് 8 മണിക്കൂറാണ്. വേജ് റേറ്റ് പെർ അവർ എന്നുള്ളത് ഇവിടെയുള്ളത് 5 ആണ്. വേജ് റേറ്റ് പെർ അവർ എന്നുള്ളത് 5 ആണ്. അപ്പം അത്രയും ഇൻഫർമേഷനാണ് ക്വസ്റ്റ് തന്നിട്ടുള്ളത്. നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഏണിങ്സ് ആണ്. ഏത് പ്രകാരം ഹാൽസി പ്ലാൻ പ്രകാരമുള്ള ഏണിങ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിങ്സ് കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് നമുക്ക് അതിന് രണ്ട് ഇക്വേഷനും ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അതായത് ഹാൽസി പ്ലാൻ പ്രകാരമുള്ള വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് T/R പ്ലസ് 50% ഓഫ് S-T/R എന്നുള്ളൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 10 മണിക്കൂറാണ്. നമ്മളെ പ്രോബ്ലത്തിനകത്തുള്ള കാര്യമാണത്. പിന്നെ ആക്ച്വൽ ടൈം, അതായത് ടൈം ടേക്കൺ എത്ര സമയമാണ് എടുത്തിട്ടുള്ളത്, 8 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറാണ് റേറ്റ് എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എടുത്തിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് 5 രൂപ വെച്ചിട്ട് ഇവിടെ ആക്ച്വൽ ഇവിടെ സാധാരണ റേറ്റിനകത്ത് കിട്ടുന്ന എത്രയാണ്, ടൈം റേറ്റിനകത്ത് കിട്ടുന്ന വേജസ് എന്നുള്ളത് 40 രൂപയാണ്. 8 × 5 എന്നുള്ള 40 രൂപയാണ്. ഇനി ഈ ഹാൽസി പ്ലാൻ പ്രകാരം ഈ 40 രൂപയും അതോടൊപ്പം തന്നെ ഒരു ബോണസ് കൂടി കൊടുക്കും. ആ ബോണസാണ് എന്തെന്നുള്ളത് 50% ഓഫ് വേജസ് ഓഫ് ടൈം സേവ്ഡ്. എത്ര സമയമാണ് അവർ ലാഭിച്ചിട്ടുള്ളത്, ടൈം സേവ്ഡ് ചെയ്തതിൻ്റെ പകുതി അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ബോണസായിട്ട് കൂടി കൊടുക്കും. ഇപ്പോൾ ഇവിടെ ടൈം സേവ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 50% ഓഫ് ടൈം സേവ്ഡ് S-T ടൈം സേവ്ഡ് എന്ന് പറഞ്ഞാൽ S-T ആണല്ലോ. എസ് എത്രയാണ്, 10 മണിക്കൂറാണ്. ഇവിടെ 10 മണിക്കൂർ ചെയ്യേണ്ട ഒരു പ്രവൃത്തി 8 മണിക്കൂർ കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ S-T എന്നുള്ളത് 2 ആണ് ഇവിടുത്തെ ടൈം സേവ്ഡ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ് ടൈം സേവ്ഡ് എന്നുള്ളത്. അതിന് റേറ്റ് എന്ന് പറഞ്ഞാൽ 5 രൂപ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 രൂപയാണ് ഇവിടെ ടൈം സേവ്ഡ് എന്നുള്ളത്. 10 രൂപയും അവർക്ക് കിട്ടില്ല. കാരണം ഈ 10 രൂപയിൽ പകുതി ആണ് എംപ്ലോയിക്ക് കിട്ടുന്നത്, ബാക്കി പകുതി എന്നുള്ളത് എംപ്ലോയർക്കാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പ്ലാനാണ് ഹാൽസി പ്രീമിയം പ്ലാൻ എന്നുള്ളത്. അതായത് 5 രൂപ ആർക്ക് കിട്ടും, എംപ്ലോയിക്ക്, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്ത ആൾക്കാർക്ക് 5 രൂപ കിട്ടും, അതിൻ്റെ എംപ്ലോയർക്ക് 5 രൂപ കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഈ ഒരു പ്ലാൻ എന്നുള്ളത്. അതായത് ദിസ് ഈസ് ഷെയർഡ് ബൈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇൻ ദ റേഷ്യോ 50:50. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഹാൽസി പ്രീമിയം പ്ലാനിനെ 50-50 പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബോണസ് പ്ലാൻ എന്ന് കൂടി ഇതിനെ പറയാറുണ്ട്. ദെൻ നമ്മൾ നോക്കിയാൽ എങ്ങനെ ചെയ്യുന്ന നോക്കിയാൽ ഇവിടെ വരുന്നത് എന്താണ്, 50% ഓഫ് ടൈം സേവ്ഡ്. അതായത് എത്രയാണ്, 10 രൂപയുടെ 50%, 5 രൂപ. ഈ 5 രൂപയും നമുക്ക് ഓൾറെഡി ഉള്ള എത്രയാണ്, 40 രൂപയും കൂടും. 40 + 5 45 രൂപയാണ് അവിടെ കിട്ടുന്നത് ടോട്ടൽ ഏണിങ്സ് എന്നുള്ളത്. ഓക്കെ, നമുക്കിത് ഒറ്റ ഒരു സെൻറ്റൻസിൽ നമുക്കിത് എഴുതാൻ വേണ്ടി പറ്റും. അതായത് T/R പ്ലസ് 50% ഓഫ് S-T/R. അതായത് 50% S-T/R എന്നുള്ള ഇതെന്താണ്, ഇത് ബോണസാണ്. ഓക്കെ, S-T ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്, അതിൻ്റെ പകുതി 50%. അതാണ് എന്ന് പറഞ്ഞാൽ 5 രൂപ എന്നുള്ളത്. ഈ 5 രൂപയും ഈ 40 രൂപയും കൂടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, 45 രൂപ എന്നുള്ളത് ടോട്ടൽ ഏണിങ്സ് എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് കഴിഞ്ഞു. എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത ഏണിങ്സ് എന്നുള്ളതാണ്. ദെൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ളത് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിംഗ് പെർ അവർ. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിംഗ് പെർ അവർ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉള്ള ഇക്വേഷൻ എന്നുള്ളത്, ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ടോട്ടൽ ഏണിങ്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ടോട്ടൽ ഏണിങ്സ് എത്രയാണ്, 45 രൂപ. ഹാൽസി പ്ലാൻ പ്രകാരമുള്ള ടോട്ടൽ ഏണിങ്സ് എന്നുള്ളത് 45 രൂപയാണ്. ടൈം ടേക്കൺ എത്രയാണ്, 8 മണിക്കൂറാണ് ആക്ച്വൽ ടൈം ടേക്കൺ എന്നുള്ളത്. അപ്പോൾ ഇവിടെ 5.625 ആണ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിങ്സ് പെർ അവർ. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിംഗ് പെർ അവർ എത്രയാണ്, 5.625 എന്നുള്ളത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിക്കാം. താങ്ക് യു.